You are watching Reporter Evening Show. വെൽക്കം ബാക്ക് ടു റിപ്പോർട്ടർ ഈവനിംഗ് ഷോ. എനിക്കൊപ്പം ചീഫ് എഡിറ്റർ എം വി നികേഷ് കുമാർ, ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലെ ചർച്ചയിലേക്ക് കടക്കുകയാണ് അല്ലേ സർ? ന്യായയാത്രയുമായി രാഹുൽ ഗാന്ധി ഒരറ്റത്ത് പിടിമുറുക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തെ കൈവിട്ടിരിക്കുകയാണ് മമതാ ബാനർജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് മമതയുടെ തീരുമാനം. താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം കോൺഗ്രസ് തള്ളിയെന്നാണ് മമതയുടെ വാദം. ഇന്ത്യ സഖ്യത്തിന്റെ പോക്ക് എവിടേക്ക് എന്നതാണ് ഇന്നത്തെ ആദ്യ ചോദ്യം. ജി ദേവരാജൻ ഫോർ ബ്ലോക്ക് ദേശീയ സെക്രട്ടറി, ലിസ് മാത്യു മാധ്യമപ്രവർത്തക, പ്രിന്റു മഹാദേവ് BJP, BN ഹസ്കർ ഇടത് സഹയാത്രികൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ പ്രിന്റു മഹാദേവ്, ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള ഈ അന്തഛിദ്രം ഒരുപക്ഷെ കോൺഗ്രസ് വലിയ ഗൗരവത്തിലെടുക്കുന്നില്ല. കോൺഗ്രസ് പറയുന്നത് മമതാ ബാനർജിയുമായി വളരെ നല്ല ബന്ധത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ്. കോൺഗ്രസ് വേണമെന്നാവശ്യപ്പെടുന്നത് 6, തൃണമൂൽ നൽകുമെന്ന് പറയുന്നത് 2. ഇതിൽ ഒരു മധ്യ ഭാഗത്തേക്ക് എത്താൻ ഇരു പാർട്ടികൾക്കും കഴിഞ്ഞാൽ 42 സീറ്റുള്ള ബംഗാളിലെ കാര്യങ്ങൾ കുറച്ചുകൂടി സമാധാനപരവും സുഗമവുമായി മുന്നോട്ട് പോകും. അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്നാണ് BJP കാണുന്നത്? BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന പ്രഹസന മുന്നണി, നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ കേൾക്കാറുണ്ട്, ഈ മുന്നണിയുടെ മുന്നണി സംവിധാനങ്ങൾക്കൊക്കെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ ഉണ്ടായിരുന്നു ഈ മുന്നണി സംവിധാനമൊക്കെ രൂപം കൊള്ളുന്ന സമയത്ത് ഈ ഭാരതത്തിൽ. പക്ഷേ ഇന്ന് ഹിന്ദി മോദി വിരോധം കൊണ്ട് ഒരു മുന്നണി സംവിധാനം രൂപം കൊള്ളുന്നു. ആ മുന്നണി സംവിധാനത്തെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം, ഈ രാജ്യത്ത് ജനം ഈ സഖ്യത്തിന് കൊടുത്തിട്ടുള്ള മറുപടി നമുക്കറിയാം. ഈ സഖ്യം വലിയൊരു പരാജയമായിരുന്നു. അങ്ങനെ പരാജയപ്പെട്ട ഒരു മുന്നണി സംവിധാനം വീണ്ടും ഈ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഗൗരവത്തോടു കൂടി കാണുന്നില്ല. ശരി, മഹാദേവ്, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ജി ദേവരാജൻ ഫോർ ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി. ശ്രീ ജി ദേവരാജൻ, ഫോർ ബ്ലോക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ബംഗാളിൽ. അവിടെ കോൺഗ്രസുമായി ഒരു സഖ്യസാധ്യത പരിശോധിക്കുന്നുണ്ട് മമതാ ബാനർജി. അങ്ങനെ വരികയാണ് എങ്കിൽ, കോൺഗ്രസും മമതാ ബാനർജിയും യോജിച്ച് നിൽക്കുകയാണെങ്കിൽ കുറേയധികം സീറ്റുകൾ കൂടുതലായി, പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് ഇപ്പോൾ മതേതര വോട്ടുകൾ, അതായത് മുസ്ലിം വോട്ടുകൾ കുറെ കൂടി കൂടുതലായി വന്നു ചേരാനുള്ള സാധ്യത മമതാ ബാനർജി കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മമതാ ബാനർജി കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയെ കൂടി അവിടുത്തെ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സാധ്യത വളരെ ദുർബലമാവുകയും ചെയ്യും. ആദ്യം നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത പിന്നീട് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഈ മമതയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യ സാധ്യത ഇനി എത്രയാണ്? 2 കോൺഗ്രസ്, 2 മമത കൊടുക്കാമെന്ന് പറയുന്നു, കോൺഗ്രസ് 6 ചോദിക്കുന്നു. ശ്രീ ദേവരാജൻ, കേൾക്കാമോ? പറഞ്ഞോളൂ സാർ, കേൾക്കാം. പ്രധാനപ്പെട്ട പാർട്ടി ആയിരുന്നു എന്നുള്ളതല്ല, ഇപ്പോഴും ഫോർവേഡ് ബ്ലോക്ക് ബംഗാളിൽ പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ്. ആയിക്കോട്ടെ. MLA ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, കോൺഗ്രസുമായിട്ടുള്ള ധാരണയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗാളിൽ ചർച്ച നടക്കുന്നുണ്ട്. മമതാ ബാനർജിയുടെ പാർട്ടിയുമായിട്ടുള്ള കോൺഗ്രസ് ബന്ധം. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് താല്പര്യമുള്ള വിഷയമാണെങ്കിലും ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മമതാ ബാനർജിയുമായി ഒത്തുപോകുന്നതിന് താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ബംഗാൾ PCC പ്രസിഡന്റ് ശ്രീ അധീർ ചൗധരി ഒക്കെ തന്നെ അതിനെ പരസ്യമായി തന്നെ എതിർക്കുകയും ചെയ്തു. നമുക്ക് അതൊക്കെ കട്ട് ഔട്ട് ചെയ്യാം. കാരണം ശരിയായിരിക്കാം, PCCക്ക് താല്പര്യം ഉണ്ടാകില്ല, പക്ഷേ AICCക്ക് താല്പര്യമുണ്ട്. അവരോട് PCCയോട് AICC പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സഖ്യം ഉണ്ടാക്കണമെന്നുള്ള ആ ഭാഗമൊക്കെ വിടാം. എന്തായിരിക്കും അതിൻ്റെ ഒരു? ഇപ്പോഴും ജയറാം രമേശ് പറയുന്നത് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മമതാ ബാനർജിയുമായി വളരെ നല്ല ബന്ധമാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സഖ്യം ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ കോൺഗ്രസ് ഉറ്റുനോക്കുകയാണ്. തോന്നുന്നില്ല വരും ദിവസങ്ങളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമായി പശ്ചിമ ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിന്റെ ഒരു സബ്ജക്റ്റീവ് കണ്ടീഷൻ ഇവിടെ, ഞാനിപ്പോൾ കൽക്കത്തയിലാണുള്ളത്, സബ്ജക്റ്റീവ് കണ്ടീഷൻ ഇവിടെ അതിനനുകൂലമായ ഒരു സാഹചര്യമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, കോൺഗ്രസ് ചോദിക്കുന്ന സീറ്റുകൾ, കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ചില സീറ്റുകൾ നികേഷിന് അറിയാവുന്ന തന്നെ മാൽദയിലും ദിനാജ്പൂരിലും മുർഷിദാബാദിലും ഒക്കെയായി കോൺഗ്രസിന് പരമ്പരാഗതമായ ചില സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ വിട്ടുകൊണ്ട് കോൺഗ്രസ് ഒരു കോംപ്രമൈസിന് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രവുമല്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് നയിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് ഞാൻ ഈ പറഞ്ഞത്. വിനയ് ചൗധരിയുടെ ഒക്കെ സീറ്റുകൾ, അതുപോലെ അതിരഞ്ജൻ ചൗധരിയുടെ സീറ്റുകൾ, ദിനാജ്പൂരിൽ
നാസ്മുൻഷിയുടെ സീറ്റ്, ഇതൊക്കെയുള്ള സീറ്റുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റുകളാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു ശക്തിയായിരിക്കും. അല്ല, അതാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന് ഞങ്ങളെയാണ് വേണ്ടത്, ഞങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ എന്നതിലേറെ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷവുമായും വീണ്ടും കോൺഗ്രസ് ഒരു സഖ്യം, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിരർത്ഥകമായിരിക്കില്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ? അവിടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് വരുന്ന സമയത്ത് ലെഫ്റ്റിന് എന്ത് കാര്യം? കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് ഈ ബഹ്റംപൂരും മാൽദയും ഒരുപക്ഷെ നേടിയേക്കാം, അതിനപ്പുറത്തേക്ക് വേറെ എന്ത് സാധ്യത? നമ്മൾ സംസാരിച്ചു വരുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ്, അല്ലാതെ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം വന്നത്. നമ്മൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കോൺഗ്രസിന് ഈ പറഞ്ഞതുപോലെ അവരുടെ പരമ്പരാഗത സീറ്റുകളിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ ആ സീറ്റുകൾ ചോദിക്കുന്നത്. അത് വിട്ടുകൊടുക്കുവാൻ മമതാ ബാനർജി തയ്യാറാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ. അതനുസരിച്ചാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്, എന്ന സാധ്യത കുറവുമാണ്. ഇനി അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നികേഷ് പിന്നീട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ സാഹചര്യം കുറച്ചുകൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ട് ഇവിടെ. വിശേഷിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വർഗബോധന സംഘടനകൾ ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിജീവികളുടെ ഇടയിൽ, അതായത് മമതാ ബാനർജി അധികാരത്തിൽ കൊണ്ടുവന്ന ബുദ്ധിജീവി വർഗം ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഒരു സമയത്ത് ഇടതുപക്ഷത്തെ നിശിതമായി വിമർശിക്കുകയും ഇടതുപക്ഷ നടപടികളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ ഗവൺമെന്റുമായി തുലനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മതനിരപേക്ഷ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി ബി ജെ പിയുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബാന്ധവം നിലനിർത്തുന്നു എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി വീണ്ടും അതാണ് ജി ദേവരാജൻ താങ്കളുടെ അക്കാര്യത്തിലുള്ള നിലപാട്. ദേശാഭിമാനി ലേഖകൻ ഗോപി കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഗോപി, ശരിയാണ്, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ ഒരു മഹാറാലി നടന്നത്. പക്ഷെ അതൊന്നും സംഘടനാപരമായി ഒരുപക്ഷെ ആ നിലയിൽ ചിലപ്പോൾ ഡിവൈഎഫ്ഐക്ക് ഇപ്പോഴും കഴിവ് തെളിയിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ആ മുന്നേറ്റം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് കൂടി ഇല്ലാത്തൊരവസ്ഥ വളരെ ദയനീയമായിരിക്കും. കോൺഗ്രസിനെ LF-ന്റെ കൂടെ, ലെഫ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഗോപി? പറഞ്ഞത് ബംഗാളിന്റെ സ്ഥിതിയാണ്. കോൺഗ്രസിലേക്കും കൂടെ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ലെഫ്റ്റ് കൂടെ തന്നെ ജോയിച്ചു പോകണമെന്നുള്ള ശക്തമായ അഭിപ്രായമുള്ളവരാണ്. അദിൽ ചൗധരി ഉൾപ്പെടെ, PCC പ്രസിഡന്റ് അദിൽ ചൗധരി ഉൾപ്പെടെ നല്ലൊരു വിഭാഗം, ബംഗാൾ കോൺഗ്രസിലെ നല്ലൊരു വിഭാഗവും ഇടതുമുന്നണിയായിട്ട് ചേർന്നിട്ട് പോകണമെന്നുള്ള അഭിപ്രായമുള്ളവർ. അതുകൊണ്ടാണ് അവർ മമതയായിട്ടുള്ള സഖ്യത്തിന് എതിരെ, മമതയെ ഒരുപക്ഷെ ഇപ്പോഴ് അദിൽ ചൗധരിയൊക്കെ ശക്തമായ വിരോധമാണ്, ഇപ്പൊ എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം മമതയുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴേ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കറപ്ഷൻ മറ്റൊരു കാലത്തും ഇല്ലാത്ത ഏറ്റവും വലിയ അഴിമതി നടപാടുകയാണ്. തൃണമൂലിന്റെ മിക്ക 3 മന്ത്രിമാർ തന്നെ ഇപ്പൊ ജയിലിലാണ്. അല്ലല്ല, BJPക്ക് എന്താ പറയുക, BJPക്ക് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു 2019 അവർ നേടിയ വിജയം ബംഗാളിൽ ആവർത്തിക്കില്ല, 100% ആവർത്തിക്കില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPക്ക് അവിടെ പല മേഖലകളിലും ഘടകങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല, കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒരു സുശക്തമായ പാർട്ടിയായി. അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അന്നൊരു തീരുമായിരുന്നു. ആ പ്രതീക്ഷ ഇന്ന് തീർന്നു. അന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ അന്ന് മമതാ വിരുദ്ധ വോട്ടുകള് BJPയിലേക്ക് പോയിരുന്നു. അത് ഇൻക്ലൂഡിങ് ഇടതുപക്ഷത്തിന്റെ നല്ലൊരു ഭാഗത്തിന്റെ വോട്ട് മമതയിൽ BJPയിലേക്ക് പോകുന്നു എന്നൊരു വസ്തുതയായിരുന്നു. കാരണം മമതയ്ക്കെതിരായിട്ട് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണമെന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇന്നതല്ല സ്ഥിതി. അന്ന് പോയ നല്ലൊരു ഭാഗം ആളുകളും തിരിച്ചു ചിന്തിച്ചു തുടങ്ങി. ഇന്നിപ്പോ BJP അന്നത്തെക്കാട്ടി ദേശീയ തലത്തിൽ വലിയൊരു അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ ഇന്ന് നല്ലൊരു ഭാഗത്ത്. ഇപ്പൊ ഈ രാമമന്ദിരമൊക്കെ അവിടെ ഉണ്ടാക്കിയെങ്കിലും പൊതുജനങ്ങളിടയ്ക്ക് സംസാരിച്ചാൽ അതിനെതിരായിട്ട് ഈ അമ്പലത്തെ പറ്റിയൊക്കെ പറയുന്നെങ്കിലും അതുകൊണ്ട് എന്താ നേട്ടം എന്നുള്ളത് വലിയ ചോദിക്കുന്നുണ്ട്. BJP അതൊരു രാഷ്ട്രീയ ഇഷ്യൂ ആയിട്ട് മാറ്റുന്നു എന്നുള്ളതൊക്കെ ഇവിടെ വളരെ വ്യക്തമാണ്. BJPക്ക് 2019 എന്തോ ഒരു ഉണ്ടായിരുന്ന ആ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അതൊരു മമതാ വിരുദ്ധ വോട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ദേവരാജൻ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇടതുപക്ഷം അതിൽ നിന്നൊക്കെ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നത്.
സംഘടനാപരമായിട്ട് എന്നാണ് ശ്രീ ഗോപി ഇടതുമുന്നണി താങ്കളുടെ വിലയിരുത്തൽ. ഉണ്ണി, സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ കോൺഗ്രസ് കൂടി പോയാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാനാകാതെ ചരിത്രത്തിലെ ഏറ്റവും ആഘാതമുള്ള പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു CPM ചെയ്തത്. അതെ, ആ വിഷയം തന്നെ നമുക്ക് ഹസ്കറിൻ്റെ ഒരു മറുപടി തേടാമെന്ന് തോന്നുന്നു. പ്രിന്റുവിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്, പ്രിന്റുവിലേക്ക് വരാം. ശ്രീ ഹസ്കർ, ഇപ്പോൾ നികേഷ് ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം, അതായത് നമ്മുടെ മുമ്പിലുള്ളത് 2019 സ്ഥിതിയാണ്. 2019 ബംഗാൾ കാഴ്ചവെക്കുന്ന ഒരു ചിത്രം, തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നു, BJP മത്സരിക്കുന്നു, ലെഫ്റ്റ് ഫ്രണ്ട് മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു, ഇതിനിടയിൽ പിന്നെ ഇന്ത്യൻ നാഷണൽ സെക്യുലർ ഫ്രണ്ടും മത്സരിക്കുന്നു. അങ്ങനെ 5 ഒരു പഞ്ചകോണ മത്സരമാണ് 2019 നടന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കാണ് ലഭിച്ചത്? നാച്ചുറലി തൃണമൂൽ കോൺഗ്രസ് വലിയ കക്ഷിയായിട്ട് വന്നു. 2ാം സ്ഥാനത്തേക്ക് BJP വന്നു. 2 സീറ്റ് ഓഫ് കോഴ്സ് കോൺഗ്രസിന് കിട്ടി. ലെഫ്റ്റിന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ല. 2021 വരുമ്പോഴും സ്ഥിതിയിൽ ഒരു മാറ്റവുമില്ല. പൂർണ്ണമായും ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഒരൊറ്റ അംഗം പോലും ഇല്ലാത്ത ഒരു നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. ഏകപക്ഷീയമായി മമതയ്ക്ക് വലിയ മുൻതൂക്കം, 77 സീറ്റോടുകൂടി പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് BJP വരുന്നു. 2024 വരുമ്പോൾ സത്യത്തിൽ ദേശീയ തലത്തിലൊരു മുന്നണിയുണ്ട്. 2019 2021 ഇല്ലാത്ത ഒരു മുന്നണി സംവിധാനം ദേശീയ തലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ബംഗാളിൽ വർക്കൗട്ട് ആകുന്നില്ല. എൻ്റെ ചോദ്യം, ഇടതുപക്ഷവും കോൺഗ്രസും വീണ്ടും അരികുവൽക്കരിക്കപ്പെടുകയും ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സിലേക്ക് ബംഗാൾ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം 2024 താങ്കൾ ഫോർസീ ചെയ്യുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ടു ഓൾ. ഉണ്ണി, ഇതിൽ ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പശ്ചാത്തലം പരിശോധിക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള സാഹചര്യം കൂടി വിലയിരുത്തി വേണം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം ഇക്കാര്യത്തിൽ ഒരു വലിയ തോതിൽ നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ബംഗാളിൽ നിന്നാണ് ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ സാംസ്കാരിക പ്രക്ഷോഭങ്ങളുടെയും പ്രഭവ കേന്ദ്രമായി നാം കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ത്യ ഇന്നു നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളികളെ ഏറ്റവും സമർത്ഥമായി അപഗ്രഥിക്കുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി ബൗദ്ധികമായി ബംഗാളിലെ സാംസ്കാരിക നായകന്മാർക്കുണ്ട്. ആ സാംസ്കാരിക നായകന്മാർ അത്തരത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അല്ല, ഈ ഭൗതികമായ സൈദ്ധാന്തികമായ കാര്യങ്ങൾ വോട്ടായി മാറണമെങ്കിൽ അതിന് അനുകൂലമായ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടണം. ഇവിടെ ഇപ്പോൾ എല്ലാം വിച്ഛിന്നമാണ്. അതായത് ലെഫ്റ്റ് യാതൊരു കാരണവശാലും കോൺഗ്രസുമായി ഒരു സഖ്യത്തിലേക്ക് പോകില്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒന്നിച്ചു വരികയാണെങ്കിൽ, ഞാനൊരു കണക്കൊന്ന് വെറുതെ പെട്ടെന്ന് പറഞ്ഞേക്കാം, ഒരു 7% വോട്ടുണ്ട് കോൺഗ്രസിന് അവിടെ, 43% വോട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൽ. അതായത് ഈ 43ഉം 7ഉം കൂടി ചേരുമ്പോൾ 50% വോട്ടാണ്. ഈ 50% വോട്ടെന്ന് പറഞ്ഞാൽ ഒരു കണക്ക് ഞാൻ തെക്കേ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞുതരാം. 28 സീറ്റുകളാണ് കർണാടകത്തിലുള്ളത്. കഴിഞ്ഞ തവണ 2019 51% BJP വോട്ട് നേടിയത്. അവിടെ എത്ര സീറ്റ് ലഭിച്ചതെന്നറിയാവോ? 25 സീറ്റ്. 25 സീറ്റ് BJP ഒറ്റയ്ക്ക് നേടുമ്പോൾ 3 സീറ്റുകളാണ് അപ്പുറത്തേക്ക് പോയത്. അതായത് 50% വോട്ടെന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഒന്നിച്ചു വന്നാൽ കിട്ടുന്ന 50% വോട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35നും 40നും ഇടയ്ക്ക് സീറ്റുകളാണ്. ആകെ അവിടെ 42 സീറ്റേ ഉള്ളൂ. കോൺഗ്രസിന് വലിയ നേട്ടവും പിന്നെ തൃണമൂൽ കോൺഗ്രസിന് വലിയ നേട്ടവും ഉണ്ടാക്കാൻ പറ്റും, BJP നിലംപരിശാക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടാതെ സൈദ്ധാന്തികമായി, ബൗദ്ധികമായി, സാംസ്കാരികമായി ഒരു ചിന്ത രൂപപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2 മാസം കഴിഞ്ഞ ഇലക്ഷനാ. മാത്രമല്ല, ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പോലെ തന്നെ ഇത്തരം സാംസ്കാരിക ലോകത്തിൻ്റെ ഇടപെടലുകൾക്ക് ഒരു വളം നൽകുന്നൊരു ഭൂമിയാണ്. സ്വാഭാവികമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധം നിർണ്ണയിക്കുന്നതിന് ബംഗാളിന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ മഞ്ഞൊക്കെ ഉരുകുന്നേ, ഈ മഞ്ഞ് ഉരുകിയതിനു ശേഷം കോൺഗ്രസും BJPയും CPMുമായി ഒരു സഖ്യമുണ്ടാക്കുന്നതിനുള്ള സാഹചര്യം ഉരുത്തിരിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം 3.5 പതിറ്റാണ്ട് കാലത്തെ ഇടതുപക്ഷ ഭരണത്തെ താരതമ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ അവിടെ ചിന്തിച്ചു തുടങ്ങി. ആ ജനങ്ങളുടെ ചിന്തകളിൽ നിന്ന് സ്വാഭാവികമായി മമതയ്ക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു. മമതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരത്തിലൂടെ അത് സൃഷ്ടിച്ചെടുത്ത ജനകീയ വികാരത്തിൽ നിന്നാണ് അങ്ങനെ ഉത്ഭവിച്ചിട്ടുള്ളത്. സിന്ദൂറും നന്ദിഗ്രാമവും ഒക്കെ നമുക്കറിയാം. ആ അനുഭവ പാഠങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് മമതയ്ക്ക് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബംഗാളിലായിട്ടുള്ളത്. പക്ഷേ സാഹചര്യം മാറി. രാഷ്ട്രീയമായി ഏറ്റവും വലിയ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു മന്ത്രിസഭയായി മമതയുടെ മന്ത്രിസഭ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായി മമതയ്ക്ക് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചല്ലാതെ BJPയെ മറികടക്കുന്നുള്ള സാഹചര്യമില്ല. ബംഗാളിലെ ജനത കേരളത്തിലെ ജനതകളെ പോലെ തന്നെ സ്വാഭാവികമായും വായനയും എഴുത്തും ചിന്തയുമുള്ള ജനങ്ങളാണ്.
ആ ജനങ്ങൾ അത്തരത്തിൽ തന്നെ ചിന്തിക്കും എന്ന് തന്നെയാണ് എനിക്ക് കരുതാൻ കഴിയുക. അതുകൊണ്ട് ബംഗാൾ ഒരു മാറ്റത്തിന്റെ അങ്ങനെ തന്നെ ആകട്ടെ. ശ്രീ പ്രിന്റു മഹാദേവ്, ഇവിടെ അൺജസ്റ്റിഫൈഡ് ബാർഗെയിനിങ് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വക്താവ് കുനാൽ ഘോഷ് കൃത്യമായി പറഞ്ഞു വെച്ചത്. കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ചോദിച്ചപ്പോൾ രണ്ടിനപ്പുറത്തേക്ക് ഒരു ചിന്തയേ ഇല്ല. കോൺഗ്രസുമായി ഞാൻ ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് പറയുന്ന മമതാ ബാനർജി. അതേസമയം ചിലയിടങ്ങളിൽ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ബംഗാളിന്റെ ടൈഗ്രസ് ആണ് മമതാ ബാനർജി, അതുകൊണ്ട് BJP-യെ തറപറ്റിക്കാൻ മമതയ്ക്ക് കഴിയുമെന്നാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിന്റെ ഒരു ശക്തി ചോർത്തുന്ന ഒരു തീരുമാനം മമത എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് 18-ന് മുകളിലേക്ക് കയറാം എന്ന ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ പ്രിന്റു? മമതയെ സംബന്ധിച്ചിടത്തോളം മമത എടുത്തിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം നഷ്ടപ്പെടാൻ മമതയ്ക്ക് മാത്രമേ ഉള്ളൂ. 2 സീറ്റുമായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്, 18 സീറ്റുമായിട്ട് BJP തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. നേരത്തെ ഉണ്ണിസാർ പറഞ്ഞല്ലോ, BJP 18 സീറ്റ് നേടുന്ന സമയത്ത് BJP-ക്ക് 10-ൽ താഴെ MLA മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിയമസഭയിൽ. ഇന്ന് BJP-ക്ക് അങ്ങനെയല്ല, 100-ലധികം MLA-മാരുണ്ട്, 18 MP-മാരുണ്ട്. സ്വാഭാവികമായും മമതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം എതിരായി 77 MLA-മാരുണ്ട്, 10-ൽ താഴെ MLA-മാരുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും മമതയ്ക്കെതിരെ ഒന്ന് അഴിമതിയുടെ രാജകുമാരിയായിട്ട് മമത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അന്ധമായിട്ടുള്ള BJP വിരോധം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ശാരദാ ചിട്ടി കുംഭകോണം മുതൽ ഇങ്ങോട്ട് നോക്കിക്കിടക്കുക, മന്ത്രിമാരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടത്തുള്ള അഴിമതിയുടെ കഥകൾ. പിന്നെ ഒന്ന് വർദ്ധിത വീര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന, കേരളം പോലെ വർദ്ധിത വീര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന BJP പ്രവർത്തകരുള്ള സ്ഥലമാണ് ഈ ബംഗാൾ. കാരണം അനവധി ബലിദാനികൾ, 100 ചില്ലാനും ബലിദാനികളാണ് ഈ മമതയുടെ ഭരണകൂട സമയത്ത് തന്നെ BJP-ക്ക് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സംഘടന അടിത്തറയും ശക്തമാണ്. മോഡിയുടെ വികസന നേട്ടങ്ങൾ 18 MP-മാർ നോക്കണം നിങ്ങൾ. ഈ 18 MP-മാരുടെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ 18 MP-മാർ വിജയിച്ചിട്ടുള്ളത് 60%, അതിൽ 12 പേർ ജയിച്ചിട്ടുള്ളത് 60%-ലധികം വോട്ട് നേടിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മമത ഈ 2 അക്കത്തിൽ നിന്ന് താഴോട്ട് വരാനുള്ള ശ്രമത്തെ ചെറുക്കുമ്പോൾ BJP ഒരു 30 സീറ്റാണ് അവിടെ കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയില്ല, നേരത്തെ അസ്കർ സാർ പറഞ്ഞതുപോലെ ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യം എല്ലാ കാലഘട്ടത്തിലും ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. നവോത്ഥാനത്തിൻ്റെ ഉണർവൊക്കെ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇടത് ബുദ്ധിജീവികളുടെ ഉണർവല്ല. അത് ഉണർവ് എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ, നമ്മളുടെ വന്ദേ മാതരത്തിൻ്റെ, ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ, അതോടൊപ്പം തന്നെ നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ, അങ്ങനെയുള്ള ദേശീയധാരയുടെ എല്ലാ കാലഘട്ടത്തിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച ജനതയാണ് ബംഗാൾ. അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യം വരുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ പഴയ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്വാഭാവികമായിട്ട് ബംഗാളിൽ ഉണ്ടാകും, അതിന് സാക്ഷ്യം വഹിക്കും. സ്വാഭാവികമായിട്ട് BJP-യുടെ വളർച്ചയിലും നരേന്ദ്രമോദി സർക്കാർ ബംഗാളിൽ നടപ്പിലാക്കുന്ന ജനവികസന നേട്ടങ്ങൾ, മമതയ്ക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സ്വാഭാവിക മമതയുടെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ്. ഈ സഖ്യത്തിന് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മമതയ്ക്കറിയാം, മമതയ്ക്ക് ആകെയുള്ളൊരു മോഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുക എന്നുള്ളതാണ്. അത് ഇനി അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല, കൃത്യമായിട്ട് അറിയാം. പിന്നെ അവർക്ക് ശ്രീ പ്രിന്റു മഹാദേവ്, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ലിസ് മാത്യു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ലിസ് മാത്യു, ഇവിടെ ഒന്ന് മമതാ ബാനർജി ഏതാണ്ട് ഇന്ത്യ മുന്നണി വിട്ടതുപോലെയാണ് വർത്തമാനം പറയുന്നത്. ഇന്നലെ മുതൽ അവർ പറയുന്നത് ഞാനാണ് ഈ പേര് ഉണ്ടാക്കിയത്, പക്ഷേ ഇന്ത്യ മുന്നണി യോഗത്തിലേക്ക് പോയപ്പോൾ അവിടെ CPM കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള 34 വർഷം ഞങ്ങളെ ഭരിച്ചവരുടെ ഉപദേശം ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് കുറച്ചുകൂടി കടത്തിപ്പറഞ്ഞു, കോൺഗ്രസുമായിട്ട് ഇനി സഖ്യ ചർച്ചയില്ല, അവർ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ സഖ്യം മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി വിട്ടുപോകുന്നു എന്നുള്ളത് വലിയ തിരിച്ചടിയായിരിക്കും ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. 1. 2, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2-നപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടുതൽ കിട്ടിയാൽ അത് തന്നെ നേട്ടമാണ്, ആ നേട്ടം ഇല്ലാതാകും. 3-മത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്പോൾ സിനാരിയോ ഉണ്ടാവുകയാണ് എങ്കിൽ, മമത ഒറ്റക്കാണ് മത്സരിക്കുന്നത് എങ്കിൽ, ഇന്ത്യ മുന്നണിയുടെ കീഴിലല്ല എങ്കിൽ, മമതയുടെ ഒരു 20 മുതൽ 30 വരെയുള്ള സീറ്റുകൾ വൾണറബിളായി അവിടെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. മമത ഇന്നിപ്പോൾ ഏതാണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന്. അത് തിരിച്ചടി എന്ന വാക്കിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ നില വളരെ അപകടകരം കൂടിയല്ലേ ശ്രീമതി ലിസ് മാത്യു? തീർച്ചയായിട്ടും മമതാ ബാനർജി ഇതേ നിലപാടാണ് തുടരുന്നതെങ്കിൽ അപകടകരമാണെന്ന് കോൺഗ്രസ് ജയറാം രമേശ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ജയറാം രമേശ് പറഞ്ഞത് ഇതിന്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു പില്ലാർ തന്നെയാണ് മമതാ ബാനർജിയും TMC-യും. അതില്ലാതാകുകയാണെങ്കിൽ അതിന്റെ എന്താണ് ഒരു ഷോക്ക് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നും ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്നുള്ള അർത്ഥത്തിലാണ്
അദ്ദേഹം സംസാരിച്ചത്. അത് കോൺഗ്രസിന് തന്നെ അറിയാം. പക്ഷേ നികേഷ്, ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരാഴ്ച മുമ്പ് മമതാ ബാനർജിയാണ് ഇന്ത്യ മുന്നണിക്ക് ഖാർഗെയെ നേതാവാക്കാനും അതിനകത്ത് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കുമ്പോൾ കൺവീനർ ആക്കാൻ മമത സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല എന്നും നിതീഷ് കുമാർ പറഞ്ഞതുമല്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഉണ്ടായ 2-3 ദിവസങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും മമതാ ബാനർജി 22 അന്നത്തെ ദിവസത്തെ നമുക്കറിയാം, കോൺഗ്രസിന്റെ നിലപാടിനെ കോൺഗ്രസിൽ തന്നെ വളരെയേറെ ആൾക്കാർ കുറ്റപ്പെടുത്തിയതും അയോധ്യ രാമ ജന്മഭൂമി കോൺസെൻട്രേഷനുമായിട്ട് ഉള്ള സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെ എല്ലാവരും കുറ്റപ്പെടുത്തി. കോൺഗ്രസിൻ പാർട്ടിയിൽ നിന്ന് തന്നെ വളരെയധികം വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഇതിലാണ് മമതാ ബാനർജിയുടെ അന്നത്തെ പ്രസ്താവന. ഈ രാഷ്ട്രീയത്തിൽ നികേഷിനോട് അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ രാഷ്ട്രീയത്തിൽ ഓരോ ദിവസത്തെയും നിലപാടിന് മാറ്റമുണ്ട്. അത് അവർ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് എടുക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇന്ത്യ മുന്നണി തകർന്നെന്നാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. ഇത് അതിന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് മുഖ്യമന്ത്രി ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു കോൺഗ്രസുമായിട്ട് അലയൻസ് ഇല്ല എന്ന്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ സാധാരണ ഒരു കോയലീഷൻ ഫോം ചെയ്യുമ്പോൾ വരുന്നത്, ഇപ്പോൾ നമുക്കറിയാം ബീഹാറിൽ അതിന്റെ ചില ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് തങ്ങൾക്ക് ആവശ്യമായ നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വരും. ഇത് അങ്ങനെയല്ല, ഇത് അത് മാത്രമല്ല, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 22-ാം തീയതി മമതാ ബാനർജി നടത്തിയ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇതിനെ അളക്കാൻ സാധിക്കില്ല. മമതാ ബാനർജിക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെയധികം പ്രഷർ ഉണ്ട്. ശരിയാണ്, അവര് അനിഷേധ്യ നേതാവാണ്. പക്ഷെ എങ്കിൽ തന്നെയും പാർട്ടിക്കകത്തു നിന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യം, അത് സ്വാഭാവികമായിട്ട് ലെഫ്റ്റിനെ കൂട്ടിയാണ് വരുന്നത്, അത്ര സീറ്റ് കൊടുക്കുക, അങ്ങനെ കുറേയേറെ പ്രഷറുകളുണ്ട്. ഇതിനെയെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നേതാക്കന്മാർ പല നടപടികളും എടുക്കും. അതിനകത്ത് ചിലപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു നടപടി ആയിരിക്കാം. ഇപ്പോൾ ഭഗവന്ത് മാന് പഞ്ചാബിൽ പറഞ്ഞതും അങ്ങനെ ഒരു നടപടി ആയിരിക്കാം. അതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു, ചർച്ചകൾ നടക്കും. ജയറാം രമേശിന്റെ സ്റ്റേറ്റ്മെന്റിനകത്തു നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഷോക്കായി പോയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇത് നടക്കും. പിന്നെ സോണിയാഗാന്ധിയെ എന്ന് പറയുന്ന നേതാവിനെ മമതാ ബാനർജിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. സോണിയാഗാന്ധി ഇടപെട്ടിട്ടില്ല. സോണിയാഗാന്ധി ഇതുവരെ ഇപ്പോൾ ചിത്രത്തിലില്ല. അങ്ങനെ കുറേയേറെ കടമ്പകളുണ്ട്. ഇതെല്ലാം മറികടന്ന് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരേ ഇതിൽ വന്ന് BJPക്ക് എതിരെ മത്സരിക്കുമെന്നും ജയിക്കുമെന്നും അല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഇത്തരമുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ സംഭവം കൊണ്ട് നമുക്ക് അതിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ വലിയ അസസ്മെന്റ് നടത്താൻ പറ്റില്ല എന്ന് എന്നേക്കാൾ കൂടുതൽ അത് നികേഷിന് അറിയാം. കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്ത് പോലും അതിന് അത്തരം നടപടികളും അത്തരം ഇതും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് പക്ഷേ ഇതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ സംസാരിച്ച ആൾക്കാർ പറഞ്ഞതെല്ലാം ശരിയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം സ്വാഭാവികമായിട്ടും മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയും പോയി കഴിഞ്ഞാൽ ശരത് പവാർ എന്തിനാണ് നിൽക്കുന്നത്? അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായ അവരുടേതായ പ്രഷറുകളും അതുമെല്ലാം ഉണ്ടാവും. ഇതിനെയെല്ലാം തരണം ചെയ്ത് അവർ ഒറ്റയടിക്കുന്നത്. ഇതിപ്പോ നമ്മൾ നോക്കണം, BJPയെ പോലെ ഒരു മുന്നണി അല്ല. BJPയുടെ മുന്നണി NDA എന്ന് പറയുന്നത്, BJP അതിലൊരു വലിയ ശക്തിയും അതിനകത്ത് ബാക്കിയുള്ളവരെല്ലാം ഫാർ ബിഹൈൻഡ് ആയിട്ടുള്ള ചെറിയ പാർട്ടികളുമാണ്. അവർക്ക് BJP ആയിട്ട് ഒരു ഡിപ്പെൻഡബിലിറ്റി, ഒരു BJPയെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ BJPയെ റിലേറ്റ് ചെയ്ത് എല്ലാം പറ്റുകയുള്ളൂ. ഈ മുന്നണിയിൽ അങ്ങനെയല്ല. ഇവിടെ തുല്യ ശക്തികളാണ്. ശരിയാണ്, കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്, എല്ലാ സംസ്ഥാനത്തും പ്രസൻസ് ഉണ്ട്, മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യം. പക്ഷെ മറ്റു പാർട്ടികൾക്ക് അവരുടെ ഭരണമുണ്ട്, അവർക്ക് മറ്റു റിസോഴ്സസ് ഉണ്ട്. അത് മാത്രമല്ല, ലോക്സഭയിൽ ഇപ്പോഴുള്ള അവർക്ക് MP-മാരുണ്ട്, MLA-മാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവർക്കെല്ലാം ഒരു തുല്യ ശക്തി ഉള്ള പാർട്ടികളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യ മുന്നണിയുടെ ചരമക്കുറിപ്പ് എഴുതാനായിട്ട്. ഞാൻ പറഞ്ഞു, ചരമക്കുറിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഭാരത് ജോഡോ ന്യായ് യാത്ര നാളെ ബംഗാളിലേക്ക് കടക്കുകയാണ്. 2 വട്ടമാണ് ബംഗാളിലൂടെ യാത്ര കടന്നു പോകുന്നത്. നാളെ കുച്ച്ബിഹാറിലെ ബഷീർഹാട്ട് വഴി ബംഗാളിലേക്ക് എത്തുന്നു. 12ാമത്തെ ദിവസത്തെ യാത്ര ബംഗാളിൽ എത്തുമ്പോൾ ഈ ന്യായ് യാത്രയിലേക്ക് തങ്ങൾക്ക് ക്ഷണമില്ല എന്ന്
തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ തന്നെ പറയുകയാണ്. മമതാ ബാനർജി അക്കാര്യത്തിൽ വേറെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. പങ്കെടുക്കില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യമാണ്. ഈ ന്യായയാത്ര ബംഗാളിൽ വരുന്നു, അതിനോട് സഹകരിക്കാത്ത ഒരു തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ചരമക്കുറിപ്പ് ഇപ്പോഴേ എഴുതേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ലേ? ഇല്ല, ഈ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യത്തെ ഇതിൽ തന്നെയും ഒരു ഒറ്റ ആകെ DMK മാത്രമേ ഉള്ളൂ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഇതായിട്ട് പുറത്തു വന്നുള്ളൂ. അതിനുശേഷവും ഇന്ത്യ മുന്നണിയുടെ പല മീറ്റിങ്ങുകളും നടന്നു, ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്പോഴത്തെ സ്ഥിതിയാണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ BJP എന്ന് പറയുന്ന ഒരു ടവറിംഗ് ഫിഗർ ഇവിടെ നിൽക്കുകയും അവരെ ഒപ്പോസ് ചെയ്യാനായിട്ട് കൂടുതൽ റിയാലിറ്റിയിലേക്ക് അവർ വരുമ്പോൾ BJPയെ തോപ്പിക്കുക എന്നല്ലാതെ വേറൊരു അജണ്ടയൊന്നും ഇല്ല ഇവർക്കിപ്പോൾ. അപ്പൊ ആ അജണ്ടയ്ക്ക് വേണ്ടി മാത്രം കൂടിയവര് ആ അജണ്ട മുന്നിൽ അതേ ഭീഷണിയോടെ അതേപോലെയുള്ള ഐസ്ബർഗ് ആയിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരു സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടില്ല. BJP കുറച്ചെങ്കിലും വീക്കാകുകയോ. ആകെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 3 തെരഞ്ഞെടുപ്പ് ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 2 വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ രാഹുൽ ഗാന്ധി ഒരു മൈനോറിറ്റികളുടെ ഒരു വലിയ ഒരു നേതാവാകും. അങ്ങനെ ഈ രാജ്യത്തെ മൈനോറിറ്റികളെല്ലാം രാഹുൽ ഗാന്ധിയെ മോദിക്കെതിരെയുള്ള ഒരു ഫിഗറായി കാണും. അങ്ങനെ വോട്ട് ചെയ്യുമെന്നുള്ള ആ പ്രതീക്ഷകളാണ് ഇവിടെ. അതിനാണ് ഇവിടെ കോട്ടം മീൻസ് സെറ്റ് ബാക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ലിസ് മാത്യു കൃത്യമാണ്. ഞാനൊന്ന് പ്രിന്റു മഹാദേവിലേക്ക് ഒരിക്കൽ കൂടി പോവാണ്. പ്രിന്റു, ലിസ് മാത്യു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ഒന്നുമല്ല. ഇപ്പം മമതാ ബാനർജി അവസാനം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചു, അത് അവരപ്പം തന്നെ തിരസ്കരിച്ചു, എന്നാലും ചർച്ചകൾ തുടരും എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ അവരുടെ പാർട്ടിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 42 സീറ്റിലും മത്സരിക്കും എന്നൊക്കെയാണ്. ഏതായാലും ആ ചർച്ച തുടരുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് BJPയുടെ കേസിലേക്ക് വരുമ്പോൾ 2014 BJPക്ക് വെസ്റ്റ് ബംഗാളിൽ 2 സീറ്റാണ് കിട്ടിയത്. 2019 18 സീറ്റായിട്ട് അത് വികസിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു വോട്ട് പെർസെൻറ്റേജ് 17% ആയിരുന്നു വോട്ട്, ഏതാണ്ട് 38%, ഇരട്ടിയിലധികം വർധന നേടുകയും ചെയ്തു. നിശ്ചയമായും അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ആ ഗ്രോത്ത് കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് BJPക്ക് വെസ്റ്റ് ബംഗാളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1 ഇഞ്ച് പോലും BJPക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അതായത് കേരളത്തിൻ്റെ ഒരു സ്ഥിതി എടുത്തു നോക്കിയേ, നമുക്ക് കേരളത്തിൽ BJPയുടെ ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു 12 മുതൽ 16% വരെയാണ്. ഈ 16% അവിടെ സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി പുതിയ വിഭാഗങ്ങളെ കൂട്ടത്തിൽ ചേർത്താൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളരാൻ കഴിയൂ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ക്രിസ്ത്യൻ സഭകളുമായും ക്രിസ്ത്യൻ സമുദായവും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെടാൻ BJP ശ്രമിക്കുന്നത്. ഇതേ സാഹചര്യം BJPക്ക് ബംഗാളിലും അനുഭവപ്പെടുന്നുണ്ടോ? അതായത് 18-ൽ നിന്ന് കുറയാനേ സാധ്യതയുള്ളൂ. ഒരു മാക്സിമം ഗ്രോത്ത് അവിടെ അച്ചീവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അല്ല സാർ, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ അല്ലെങ്കിൽ ഈ ബംഗാളിലുമൊന്നും അവിടുത്തെ ഒരു പ്രാദേശിക വികാരങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ദേശീയ വികാരം, ദേശീയ തലത്തിൻ്റെ പ്രതിഫലനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ജനത വോട്ട് കൊടുക്കാൻ പോകുന്നത് നരേന്ദ്രമോദിക്കാണ്. ഒന്ന്, നമ്മളുടെ മമതാ ബാനർജിയോടുള്ള ഭരണവിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങൾക്കിടയിലുണ്ട്, അത് സത്യമാണ്. സ്വാഭാവികമായിട്ടും മമത പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ മൈനോറിറ്റിയെ അപ്പീസ്മെന്റ് ചെയ്തുകൊണ്ട്, പ്രീണനം നടത്തിക്കൊണ്ട് നടത്തുന്ന ഗിമിക്കുകൾ എന്നല്ലാതെ ഭരണപരമായിട്ട് മമതയ്ക്ക് ഒന്നും ചെയ്യാനില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ പ്രബുദ്ധരായിട്ടുള്ള ജനത എന്നാണല്ലോ നേരെ അസ്കർ സാർ പറഞ്ഞത്, ഈ പ്രബുദ്ധതയുണ്ട്. ഒന്ന് നോക്കൂ, ഈ മുന്നണി സംവിധാനത്തിൽ 7 കുടുംബാധിപത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിക്കകത്തുള്ളത്. ഇന്ത്യ മഹാരാജ്യം ഇത്രയും കാലം ഒരു 7 കുടുംബങ്ങളുടെ കൈകളിലേക്ക് വീണ്ടും നമ്മൾ കൊണ്ടുപോകണോ എന്ന് ബംഗാളിലെ ജനത ചിന്തിക്കും. നിങ്ങൾ നോക്കുക, കാശ്മീരിലാണെങ്കിൽ മുഫ്തി മുഹമ്മദ് സെയ്ദ്, ഒമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള, ഇനി തമിഴ്നാട്ടിലാണെങ്കിൽ കരുണാനിധിയുടെ മക്കള്, ഇനി ജാർഖണ്ഡിലാണെങ്കിൽ അർജുൻ മുണ്ടെ, പിന്നെ ഹേമന്ത് സോറനും, അർജുൻ മുണ്ടല്ല, ഹേമന്ത് സോറനും ഷിബു സോറനും, ഇനി നിങ്ങൾ നോക്കൂ ലാലു പ്രസാദ്, അദ്ദേഹത്തിന്റെ മക്കൾ. അങ്ങനെ ഒരു മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഈ രാജ്യത്തെ വീണ്ടും കൊണ്ടുപോകണോ എന്ന് കൃത്യമായിട്ട് ബംഗാളിലെ ജനത ചിന്തിക്കും. ഞാൻ NDA സഖ്യത്തിലെ മക്കൾ സഖ്യത്തിന്റെ പേരുകൾ പറയണോ സാർ? അതുപോലെ NDA സഖ്യത്തിനൊന്ന് പറയൂ സാർ, പറയൂന്ന് കേൾക്കട്ടെ സാർ, പറയും. ശരത് പവാറിന്റെ മരുമകൻ അജിത് പവാർ ഒന്ന്, മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ്യ മാത്രമേ ഉള്ളൂ സാർ. ശരത് പവാർ അല്ല, ജ്യോതിരാദിത്യ സിന്ധ്യ മാത്രമേ ഉള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുൻ സഖ്യകക്ഷി മാത്രമേ ഉള്ളൂ സാർ, അല്ലാതെ ഒരു ഇപ്പുറത്താണെങ്കിൽ അങ്ങനെയല്ലല്ലോ സാർ. ഉദ്ധവ് താക്കറെ എവിടെയാണ് സാർ? അല്ല, ഉദ്ധവ് താക്കറെ അല്ല, ഞാൻ പറഞ്ഞു ഉദ്ധവ് താക്കറെ
അല്ല എന്ത് അല്ല ഞാൻ പറഞ്ഞ വ്യക്തിപരമായി ബി ജെ പിയിലേക്ക് വന്നു ചേർന്ന് ബി ജെ പിക്കാരായിരുന്നത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. ജ്യോതിരാദിത്യ സിന്ധ്യ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി വന്നിട്ടല്ല, ബി ജെ പിക്കാരനായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെയല്ലല്ലോ സാർ. ഈ രാജ്യത്തിന്റെ സർവ്വ അധികാരവും പതിറ്റാണ്ടുകളായി അടക്കി വാഴുന്ന 7 കുടുംബങ്ങൾ, ആ 7 കുടുംബങ്ങളുടെ കൈകളിലേക്ക് ഈ ഭാരതം വീണ്ടും പോകണോ എന്ന് പ്രബുദ്ധരായിട്ടുള്ള ബംഗാളിലെ ജനത ചിന്തിക്കും. സ്വാഭാവികമായിട്ട് അവർ ചിന്തിച്ചു. അവരുടെ ഭീതി എവിടെയാണ്? സ്റ്റേറ്റ് ഭീതിയാണ്. ഇന്ത്യയുടെ മൊത്തം സ്വത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒറ്റ കുടുംബത്തിലേക്കാണെന്ന് അങ്ങേക്ക് അറിയത്തില്ലേ? അത് അദാനിയുടെ കുടുംബത്തിലേക്കാണ്. കുറഞ്ഞപക്ഷം മറ്റൊരു രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ആണെന്ന് നിങ്ങൾ പറയാം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അദാനിയുടെ കയ്യിലേക്കല്ലേ? അല്ല അങ്ങനെ അതിനെ സാർ അങ്ങനെ പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞത് പതിറ്റാണ്ടുകളായിട്ട് നമുക്കറിയുന്ന കാര്യം, നമ്മളൊരു കുടുംബാധിപത്യം ഒന്നുമില്ല സാർ. ജനാധിപത്യവും കുടുംബാധിപത്യവും തമ്മിലുള്ള മത്സരമായിട്ടാണ് ഇന്ത്യ മുന്നണിയെയും എൻ ഡി എ മുന്നണിയെയും ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഈ കുടുംബാധിപത്യത്തെ കാരണം പ്രഹസനമാണ്. ഒന്ന് സാർ ഒന്ന് മനസ്സിലായി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ 7 തവണയാണ് മുന്നണി സംവിധാനം ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്. 7 തവണ ഈ മുന്നണി സംവിധാനം രാജ്യത്ത് പരാജയമാണ്. ആകെ ആ മുന്നണി സംവിധാനത്തിൽ മൊരാർജി ദേശായി മാത്രമാണ് 2 വർഷം ഈ മുന്നണി സംവിധാനത്തിൽ ഇന്ത്യ ഭരിച്ചത്. ബാക്കി 20 ദിവസം ഒരു ദിവസം വി പി സിംഗ് ആയിക്കോട്ടെ, ഐക്യ ഗുജറാൾ ആയിക്കോട്ടെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പട തന്നെ. സത്യത്തിൽ ഈ രാജ്യം തിരസ്കരിച്ച ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വീണ്ടും ഈ രാജ്യത്ത് കൈപിടിച്ചുകൊണ്ട് ഈ മുള്ളുമുരുട് മൂർഖൻ പാമ്പുകൾ ഒരുമിച്ച് നിന്നാൽ നരേന്ദ്രമോദിയെയും ബി ജെ പിക്ക് എതിരെ ആക്കാമെന്നുള്ള ഒരു ധാരണയൊന്നും വേണ്ട. സ്വാഭാവികമായിട്ട് ബംഗാളിലെ പ്രബുദ്ധരായ ജനത, അങ്ങനെ തന്നെയാണ് പ്രബുദ്ധരായ ജനത. 2004 മുതൽ 2014 വരെ യു പി എ സഖ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എ ബി വാജ്പേയി 4 വർഷം ഭരിച്ചു. ഞാൻ പറഞ്ഞ സാർ വ്യക്തമായി ഒരു കക്ഷിക്ക് സാർ ശരിയാണ്, ഒരു കക്ഷിക്ക് കൃത്യമായി ഭൂരിപക്ഷമുള്ള മുന്നണി സംവിധാനങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ട്. യു പി എ സർക്കാർ, ഒന്നാം യു പി എ സർക്കാർ നമുക്കറിയാലോ, ഒന്നാം യു പി എ സർക്കാർ കൃത്യമായിട്ട് ഭൂരിപക്ഷമില്ലാത്ത സമയത്ത് CPM കൃത്യമായിട്ട് പിന്തുണ കൊടുത്തു. എന്നാൽ വീണ്ടും തിരിച്ചു വരുന്നു. 200ഓളം സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചു വരുന്നു, പവർഫുള്ളായി മാറുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി 437 സീറ്റുകളിൽ മത്സരിക്കുന്നു. 437 സീറ്റുകൾ മത്സരിച്ച് 303-ലെത്തുന്നു. ബാക്കി ഘടകകക്ഷികൾക്കൊക്കെ കൂടിയുള്ള 42 സീറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭരണ സംവിധാനത്തിന് സ്ഥിരത കൊണ്ടുവരാൻ ഏറ്റവും നല്ലത് അത് കോൺഗ്രസ്. നിലവിലെ സാഹചര്യത്തിൽ ഏകകക്ഷി ഭരണത്തിലേക്ക് രാജ്യത്തെ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് ശരിയായ മാതൃക എന്നുള്ളതാണെങ്കിൽ അത് പ്രചരിപ്പിച്ചോളൂ. പക്ഷേ അതിനെതിരെയാണ് ഈ പറയുന്നൊരു മുന്നണി സഖ്യം ഏകാധിപത്യ പ്രവണതയിലേക്കും സോക്കോൾഡ് ഫാഷിസ്റ്റ് പ്രവണതയിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഈ മുന്നണി സഖ്യം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണോ ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മുന്നണി രൂപീകരണം ഉണ്ടായിട്ടുള്ളത്, സമാനമായ വിധത്തിലാണ് ഞങ്ങൾ മുന്നണി ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. എനിക്ക് തോന്നുന്നത് അസ്കർ ആകപ്പാടെ ഒരു അസ്കറിനോടുകൂടി ചോദിക്കേണ്ടതുണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. നോക്കൂ അസ്കർ, ഇതിനകത്ത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണതിൻ്റെ ഒരു പ്രധാന നേതൃത്വത്തിൽ ഉള്ളത് എങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്, പ്രത്യേകിച്ച് CPIM ആണ്. ആ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, രൂപപ്പെടുത്തുന്നത്, ആ ആശയത്തിന് നേരത്തെ സൂചിപ്പിച്ച ഒരു അടിത്തറ ഉണ്ടാക്കുന്നതിലൊക്കെ CPM വഹിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഇവിടെ ബംഗാളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതിസന്ധി രൂപപ്പെടും നമുക്കറിയാം. എങ്കിൽ കൂടിയും ഒരു കണക്ക് ഞാൻ വെറുതെ പറയുകയാണ്. ഈ പറയുന്ന മമതാ ബാനർജിയും അതേപോലെ തന്നെ കോൺഗ്രസും അതേപോലെ തന്നെ ലെഫ്റ്റ് ഫ്രണ്ടും കൂടി വന്നാൽ ഏതാണ്ടൊരു 58-60% വോട്ടിൻ്റെ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുകയാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് CPMൻ്റെ കൂടെ ഒരു ബ്രെയിൻ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബംഗാളിലെ അതിർത്തിക്കുള്ളിലെ തർക്കത്തിനപ്പുറത്തൊരു ദേശീയ രാഷ്ട്രീയം വേറൊരു രീതിയിൽ വികസിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന CPIMന് അത്തരത്തിലൊരു റോള്, ഇപ്പോൾ UPAയുടെ കാര്യം നേരത്തെ പ്രിന്റ് പറഞ്ഞു. UPA സർക്കാർ ഉണ്ടാക്കുന്നത് 2004 CPM ആണ്, ഇടതുപക്ഷമാണ്. 64 MPമാരുള്ളായിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഇടതുപക്ഷ CPMൻ്റെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ വീട്ടിലേക്ക് ഇന്ന് സോണിയാഗാന്ധി കാറെടുത്ത് പോവുകയാണ്. അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിച്ചിട്ട് ഹർകിഷൻ സിംഗ് സുർജിത്താണ് ആ മുന്നണി രൂപപ്പെടുത്തുന്നത്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ലീഡ് റോള് യഥാർത്ഥത്തിൽ CPM എടുക്കേണ്ടിയിരുന്നോ ബംഗാളിൽ? അല്ല, നിശ്ചയമായും ഞാൻ കരുതുന്നത് CPM ഇക്കാര്യത്തിൽ ഒരു ലീഡ് റോൾ തന്നെ എടുക്കും. സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ CPMനും വിശിഷ്യ ഇടതുപക്ഷ മുന്നണിക്കും അത്തരത്തിലൊരു ലീഡ് റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് എടുത്തിട്ടുള്ള ഒരു UPA മുന്നണി എന്ന് പറയുന്ന സഖ്യം. ഇന്ത്യ മുന്നണിയും CPIMനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ CPIMൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ബംഗാളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിക്ക്
ഒരുപക്ഷെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം CPM വിരുദ്ധ രാഷ്ട്രീയമാണ് അവർ പ്രഘോഷിക്കുന്നതെങ്കിലും CPMന് ഒരു സംയുക്തമായി നിൽക്കുന്നതിനൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ബംഗാളിൽ സാധ്യതകൾ ഇനിയും അകലെയല്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസും CPMഉം അതുപോലെ മമതയും തൃണമൂലും ഒരുമിച്ച് മത്സരിച്ചാൽ കൃത്യമായി ഒരു വലിയ വിശാല സഖ്യമായി അത് പാർലമെന്റിൽ 42 സീറ്റിൽ മഹാഭൂരിപക്ഷം സീറ്റും കൈയടക്കുന്ന തരത്തിൽ ഇപ്പോൾ ഉള്ള 18 സീറ്റിന്റെ താമരയുടെ ആ ഇതളുകൾ കൂമ്പുന്ന തരത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മമതയുമായി കൂട്ടുചേരുന്ന പ്രശ്നമില്ല എന്ന് CPM ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. CPMുമായി കൂട്ടുചേരുന്ന പ്രശ്നമില്ല എന്ന് മമതയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണ് മമതയും CPMും ചേരുന്നത്. പിന്നെ CPM ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ CPM പൊരുതി മരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതി മരിക്കുക. ഈ കോൺഗ്രസിനെ ബെൽറ്റിൽ കെട്ടിയിട്ട് പൊരുതി മരിക്കാൻ നിൽക്കരുത്. കാരണം ഇന്ത്യ മുന്നണി അത് വലിയ രീതിയിൽ അപകടത്തിൽപ്പെടുത്തും. ഇതല്ലേ ലെഫ്റ്റിന് കൊടുക്കേണ്ട സന്ദേശം ഷിഹാസ്കർ? മുഹമ്മദ് സലീം അടക്കം പല ഘട്ടങ്ങളിലും ഇക്കാര്യത്തിലൊരു സ്റ്റേറ്റ് CPMന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാഷണൽ ലെവലിൽ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ അവിടെ പൊരുതി മരിക്കുക എന്നുള്ളതല്ല. മാത്രമല്ല ഇപ്പോൾ ആ മമതാ ഗവൺമെന്റിനെ കുറിച്ച് ബംഗാളിനോട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു വലിയ വികാരമുണ്ട്. ആ വികാരത്തെ എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അത് എങ്ങനെ വിലയിരുത്താം എന്നുള്ളതാണ് CPM സ്റ്റേറ്റ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനും അപ്പുറം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിന്ന് മറികടക്കാൻ കഴിയും, മോദി വിരുദ്ധ വികാരത്തെ എങ്ങനെ ഏകോപിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. അതുകൊണ്ട് CPM വിശാലമായി ഇക്കാര്യത്തിൽ ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചില വിട്ടുവീഴ്ചകൾ CPMും ചെയ്തേ മതിയാകൂ. ബംഗാളിനെ സംബന്ധിച്ച് അത് ചെയ്യുന്നതിനുള്ള സാഹചര്യം ബംഗാളിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അത്തരം വിവേകപൂർവമായിട്ടുള്ള തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോവും എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ലിസ് മാത്യു, ശ്രീ പ്രിന്റു മഹാദേവ്, ശ്രീ BN ഹസ്കർ, ഒപ്പം ശ്രീ ഗോപി, ശ്രീ G ദേവരാജൻ. നോ ടൈ അപ്പ് വിത്ത് കോൺഗ്രസ് എന്ന മമതയുടെ നിലപാട് മാറുമോ എന്ന് നമുക്കും കാത്തിരുന്ന് കാണാം. അല്ലേ ഉണ്ണി സർ? അതെ. You are watching Reporter Evening Show.